2000 വർഷങ്ങളിലെ ഉള്ള നസ്രാണികളാണ് നമ്മൾ. ഇതൊരു അഭിമാനം മാത്രമല്ല, ഉത്തരവാദിത്വം കൂടിയാണ്. ഈ പാരമ്പര്യത്തെ ലോകം മുഴുവൻ എത്തിക്കാനും അതിൻ്റെ സവിശേഷതകൾ കുറേയെല്ലാം സംരക്ഷിക്കാനും നമുക്ക് സാധിച്ചതിൽ വലിയ അഭിമാനമുണ്ട്. മർത്തോമാ ശ്ലീഹായിലൂടെ വിശ്വാസവിത്ത് 7 പള്ളികളിൽ ഒന്നായ പാലയൂരിൽ വിതച്ചതിന് ശേഷം അവിടെ മുട്ടിട്ട് വിശ്വാസ സമൂഹം യാത്ര ചെയ്ത് ഇവിടെ പകലോമറ്റം, കള്ളി, കാളികാവ്, ശങ്കരപുരി തുടങ്ങിയ മൂലകുടുംബങ്ങളായി കുറവടങ്ങാട്ടിലേക്ക് കുടിയേറി. ഇവരാണ് ഈ മണ്ണിൽ നസ്രാണി ജീവിതത്തിൻ്റെ അടിത്തറ പാകിയത്. അതോടൊപ്പം കടപ്പൂർ കുടുംബങ്ങളും അവരുടെ സവിശേഷമായ സ്ഥാനവും എല്ലാമുണ്ട്. വളരെ സവിശേഷമായ ഒരു അപ്പസ്തോലിക ബന്ധത്തെയാണ് അത് കാണിക്കുന്നത്. ഒരുപക്ഷെ മറ്റാർക്കും അവകാശപ്പെടാൻ സാധ്യമല്ലാത്ത അപ്പസ്തോലിക പാരമ്പര്യവും അതോട് ചേർന്നുള്ള മർത്തുമറിയും പാരമ്പര്യവും. ലോകത്തിൽ മറ്റാർക്കും ഇത്ര ഡിറക്റ്റായിട്ടുള്ള ശ്ലൈഹിക ആദരവും അടുപ്പവും മർത്തുമറിയത്തിൻ്റെ സാന്നിധ്യവും അല്ലെങ്കിൽ അമ്മയോടുള്ള നമ്മുടെ അഗാധമായ ആ ഒരു വണക്കവും അർക്കദിയാക്കോന്മാരുടെ പാരമ്പര്യവും അവരുടെ കല്ലറകളും എല്ലാം. ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ വലിയൊരു ശക്തിയായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഇടക്കാലം കൊണ്ട് നമുക്ക് പ്രതിസന്ധികളുണ്ടായി. എങ്കിലും പ്രതിസന്ധികളിൽ നമ്മൾ തളർന്ന് വീണ് ഇല്ലാതായില്ല. ഒരേ സമയം ദൈവികവും മാനുഷികവുമായ യാഥാർത്ഥ്യമാണ് സഭ. ദൈവശാസ്ത്രപരമായും സാമൂഹ്യശാസ്ത്രപരമായും സഭയെ നാം കാണണം. ആർച്ച് പ്രീസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ കണ്ടു പഠിക്കാനും ആ പഠനത്തിൽ നമുക്ക് ആഴപ്പെടാനും കഴിയണം. സ്വകാര്യ വ്യക്തികൾക്കും രാഷ്ട്രത്തിനും ഇടയിൽ പാലമായി വർത്തിക്കുന്ന മധ്യവർത്തി പ്രസ്ഥാനങ്ങളായ കുടുംബങ്ങൾ, അയൽവക്ക സംഘങ്ങൾ, തൊഴിൽ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയ്ക്കൊപ്പമാണ് സഭകളെ സാമൂഹ്യശാസ്ത്രം പ്രതിഷ്ഠിക്കുന്നത്. സ്വാർത്ഥതയിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും വ്യക്തികളെ വിമോചിപ്പിക്കുന്നതിനാണ് സഭ ഉൾപ്പെടെയുള്ള ചെറിയ കൂട്ടായ്മകൾ നിലകൊള്ളുന്നത്. സഭ ഒരിക്കലും ഒരു അടഞ്ഞ സംവിധാനമല്ല. ദേശരാഷ്ട്രങ്ങളുടെ അതിർത്തികളെ ഭേദിക്കുന്ന മനുഷ്യകുലം മുഴുവൻ്റെയും രക്ഷയുടെ ഉദാശയാണ് സഭ. സിറോ-മലബാർ സമുദായ ശക്തീകരണം എന്നാൽ പൂർണ്ണ അർത്ഥത്തിൽ രാഷ്ട്ര നിർമ്മാണം തന്നെയാണ്. അന്ത്യോക്യയിൽ വച്ചാണ് ഈശോയുടെ ശിഷ്യന്മാരെ ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത്. മർത്തോമാ നസ്രാണികൾ ഒരു ജാതിയാണെന്ന്, ഒരു സമുദായമാണെന്ന് തിരിച്ചറിവിലേക്ക് വളരുന്നത് കുറവിലങ്ങാടിൻ്റെ മണ്ണിലാണ്. ഇസ്രായേലിൽ രാജാക്കന്മാരെ പോലെ നസ്രാണികൾക്ക് ജാതിക്ക് കർത്തവ്യന്മാരായി അർക്കദിയാക്കോന്മാർ നിയോഗിക്കപ്പെട്ടപ്പോഴാണ്
ഒരു സമുദായമായി നമ്മൾ മാറിയത്. അതുകൊണ്ട് കുറവലങ്ങാട് അതിൻ്റെ ബർത്ത് പ്ലേസാണ്. നമ്മുടെ ഉത്തരവാദിത്വം നമ്മളിൽ മാത്രമല്ല, നമ്മുടെ രൂപതയ്ക്കുള്ളിൽ മാത്രമല്ല, നമ്മുടെ സഭയ്ക്കും ആഗോള സഭയ്ക്കും നമ്മൾ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷനായിട്ട് നമ്മുടെ പരിശ്രമങ്ങളെ കാണണം. നമ്മുടെ കുരിശൻ തൊട്ടിയിൽ കൂനാതെ വളയാതെ തല ഉയർത്തി നിൽക്കുന്ന ഒരു കൽക്കുരിശുണ്ട്. കൂനൻ കുരിശ് അല്ലാതെ നിവർന്നു നിൽക്കുന്ന സ്ലിവായാണ്, കൽക്കുരിശാണ്. ആ നിവർന്നു നിൽക്കുന്ന സ്ലിവായിൽ തൊട്ട് സമുദായത്തിൻ്റെ ഐക്യം വീണ്ടെടുക്കുന്നതിനായി ഒരു സ്ലിവ സത്യം നമ്മുടെ മനസ്സിലെങ്കിലും നമ്മൾ കൊണ്ടു നടക്കണം. നമ്മുടെ ആത്യന്തികമായ ഉത്തരവാദിത്വം അതാണെന്നാണ് എൻ്റെ പൂർണ്ണമായ ചിന്ത. ജാത്യൈക്യ സംഘത്തിൻ്റെ ഈറ്റില്ലമായ കുറവലങ്ങാടിന് ജാത്യൈക്യത്തിന് പുതിയ ഭാഷ്യങ്ങൾ നൽകാനായിട്ട് സാധിക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ ജാതിക്ക് ഉള്ളിലുള്ള ഐക്യം സിറോ മലബാർ സഭയെ സംബന്ധിച്ച് പരമപ്രധാനമാണ്. പഴയ കൂറും പുത്തൻ കൂറും ഒന്നായാൽ മാത്രം പോരാ. തെക്കരും വടക്കരും പഴയ ക്രിസ്ത്യാനികളും പുതിയ ക്രിസ്ത്യാനികളും എല്ലാവരും ഒന്നാകണം. അപ്പോഴാണ് ഈ സമുദായ ബോധത്തിൻ്റെ അടിവേരുകൾ നമുക്ക് മനസ്സിലാകുന്നത്. പ്രവാസികളും നാട്ടുകാരും മലയാളികളും മിഷൻ പ്രദേശത്തെ വിശ്വാസികളും ഒന്നാകണം. എല്ലാത്തരം മത്സ്യങ്ങളെയും പിടിക്കാൻ ശേഷിയുള്ള ഒരു വലയാണ് ഈ കുറവലങ്ങാട് നസ്രാണി സമൂഹം അല്ലെങ്കിൽ സമുദായം എന്ന് പറയുന്നത് എന്ന് നമ്മൾ നിരന്തരമായിട്ട് പഠിച്ച് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. നമുക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ മറ്റാരെയും നമ്മൾ ചുമതലപ്പെടുത്തി നമ്മൾ മാറി നിൽക്കരുത്. നമ്മൾ ഒരേ വേരുകളിൽ നിന്നുള്ളവരാണ്. പക്ഷേ ഈ സമുദായം പല സഭകളായി പിരിഞ്ഞു നിൽക്കുകയാണ്. ഈ പിളർപ്പിൻ്റെ ചരിത്രത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുണ്ട്, സങ്കീർണമായ പങ്കാളിത്തം. എന്നാൽ അതേസമയം അന്ന് വേർപിരിഞ്ഞവരെ വീണ്ടും വേരുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ശക്തമായ വിളിയാണ് ഈ സമുദായ ഐക്യം അല്ലെങ്കിൽ സമുദായ ബോധ്യം. നസ്രാണി സമൂഹത്തിൻ്റെ ഹൃദയ ഭൂമിയായിട്ട് നിൽക്കുന്ന ഈ കുറവലങ്ങാട് നമ്മളുടെ ചിന്തകൾ ആഴത്തിൽ വേരൂന്നേണ്ട ഇടമാണ്. ഇവിടെ കുറവലങ്ങാട് നസ്രാണികളുടെ ഐക്യമെന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ കുട്ടിയോജിപ്പിച്ച പിതാക്കന്മാരുടെ കേന്ദ്രമാണിതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പറയമാക്കൽ കത്തനാരിൽ തുടങ്ങി നമ്മുടെ സ്വന്തമായ ഇവിടുത്തുകാരനായ നിധീരിക്കൽ മാണിച്ചനിലൂടെ വളർന്ന് പ്ലാസിഡച്ചൻ വരെ എത്തി നിൽക്കുന്ന ഒരു ത്രിമാന സ്വഭാവമുള്ള ചരിത്രമാണത്. ആ ചരിത്രത്തിൽ നടുവിൽ നിൽക്കുന്ന മാണിച്ചനായിരിക്കും ഏറ്റവും കൂടുതൽ വേദനകൾ അനുഭവിച്ചതും ഈ വിഷയം പഠിച്ചതുമെല്ലാം. അവരും നമ്മൾ ഇന്ത്യാ ചരിത്രത്തിൽ നെഹ്റു, ഗാന്ധി, പട്ടേൽ എന്ന് പറയുന്ന ആ ത്രയം പോലെയാണ്. പട്ടേൽ ഒരിക്കൽ പറഞ്ഞു, ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ ഇവിടുത്തെ ഭൂരിപക്ഷത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ രാജ്യം അവരുടേതാണ്, അവർക്ക് അത് അനുഭവ
വേദ്യമാകുന്ന തരത്തിൽ അവരെ സംരക്ഷിക്കാൻ നമുക്ക് ഭൂരിപക്ഷത്തിന് ചുമതലയുണ്ട് എന്ന്. അങ്ങനെ നമുക്കുള്ള ദേശീയ നേതാക്കന്മാരും സഭാ നേതാക്കന്മാരും ദീർഘവീക്ഷണത്തോടെ കണ്ട ആ കാര്യമാണ് ഇന്ന് വീണ്ടും നമ്മളിവിടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട നിധിയിരിക്കൽ മണിയച്ചൻ വലിയൊരു തറവാട്ടിൽ വൈദികരുടെയും മറ്റ് പാണ്ഡിത്യമുള്ളവരുടെയും എല്ലാം കൂട്ടത്തിൽ പിറന്ന ആളാണ്. നസ്രാണികളുടെ ഐക്യത്തിനും സ്വന്തം ജാതിയിലും സ്വന്തം റീത്തിലും മെത്രാന്മാരെ ലഭിക്കുന്നതിനും നിരന്തരമായിട്ട് അദ്ദേഹം പ്രയത്നിച്ചു. എല്ലാവരുടെയും ഒരു കേന്ദ്രമായിരുന്നു അദ്ദേഹം. ഒരു മൊബൈൽ കച്ചേരി പോലെയായിരുന്നു മണിച്ചൻ. അദ്ദേഹം പള്ളിമുറിയിലും യാത്ര ചെയ്യുമ്പോഴും ചെന്നിറങ്ങുന്ന സ്ഥലത്തുമെല്ലാം നാനാജാതി മതസ്ഥർ അവരുടെ പ്രയാസങ്ങളുമായിട്ട് വരുമ്പോൾ അതിനെല്ലാം ഉത്തരം കൊടുക്കുന്ന ഒരു കച്ചേരി അതായിരുന്നു മാണിച്ചൻ. സമുദായ നസ്രാണി ഐക്യം അവരുടെ ഉള്ളിൽ മാത്രമുള്ള കാര്യമല്ല, അത് വിശാല സമൂഹത്തിനും ഉപകാരപ്പെടണമെന്ന് മാണിച്ചന് നിർബന്ധമുണ്ടായിരുന്നു. പകലോ മറ്റും അർക്കദിയാക്കന്മാർ ഈ സഭയുടെ ഏറ്റവും വലിയ സംഭാവനകളാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. നിശ്ചയദാർഢ്യത്തോടു കൂടിയ ഗീവർഗീസ് ദുമിശിഹ, ഗീവർഗീസ് ദ സ്ലീവ, മർത്തോമ അർക്കദിയാക്കോൻ, പിന്നീട് നമ്മുടെ പള്ളിവീട്ടിൽ പറമ്പി ചാണ്ടിമെത്രാൻ, മർത്തോമ 1, 2, 3, 4, 5, 6 ദിവന്യാസൂസ് വരെയുള്ള ചരിത്രം, ഇതെല്ലാം ഈ സഭയുടെ മണ്ണിൽ ഇവിടെ നമ്മൾ കണ്ട് അനുഭവിച്ച ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് നമ്മളുടെ പ്രമുഖരായ നേതാക്കന്മാർ പലരും ജനിച്ചതും വളർന്നതും എല്ലാം. പ്രസിദ്ധനായ ഡോക്ടർ PJ തോമസ് സാറ്, ഷെവലിയാർ VC ജോർജ്, അഡ്വക്കേറ്റ് ജോൺ നിധീരി, അഡ്വക്കേറ്റ് സിറിയക് നിധീരി, ഉണ്ണിട്ടൻ കത്തനാർ, ആർച്ച് ബിഷപ്പ് മിറ്റത്താനി, മഞ്ചേരി കുറ്റന്തരകൻ, ഫാദർ CK മറ്റം നിരവധിയായ ഗ്രന്ഥങ്ങൾ രചിച്ച ആളാണ്. തോമസ് മണക്കാട്ടച്ചന് നമ്മളുടെ സമർപ്പിതരുടെ വലിയ വൈവിധ്യമാർന്ന സാന്നിധ്യം, ഇവിടുത്തെ വലിയ തിരുനാളുകൾ എല്ലാം നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ള കാര്യമാണ്. ഈ സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഏതാനും ചില ആളുകളുടെ പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ രൂപതയുടെ പാസ്റ്ററൽ കൗൺസിലിൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് സിജി നമ്മോട് കൂടി ഇവിടെയുണ്ട്, ഈ ഇടവകക്കാരനാണ്. പ്രസ്ബിറ്ററൽ കൗൺസിലിൻ്റെ സെക്രട്ടറി മാത്യു ആലപ്പാട്ടുമേട ഈ ഇടവകക്കാരനാണ്. സെൻറ്റ് തോമസ് കോളേജിലെ ബർസാറും അധ്യാപകനുമാണ്. അങ്ങനെ നമുക്ക് നിരവധിയായ ആളുകൾ, പനംകുഴിക്കൽ വല്യച്ഛനെ പോലെയുള്ള ഒട്ടനവധി ആളുകളും നമുക്കിവിടെയുണ്ട്. അച്ഛൻ്റെ ശ്രാദ്ധം വലിയ ഒരു ശക്തീകരണമാണ്. അച്ഛൻ്റെ സുദീർഘമായ ആ കാലഘട്ടത്തിൽ അച്ഛൻ നൽകിയിട്ടുള്ള ചിന്തകൾ നമ്മളുടെ സമുദായത്തെ ഒരു പടി കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള കാര്യങ്ങളാണ്. സമൂഹവും സമുദായവും വ്യത്യസ്തങ്ങളാണെന്ന് നമുക്കറിയാം. ഒരു സമുദായം എന്നത് നൂറ്റാണ്ടുകളായി ബന്ധങ്ങളും താല്പര്യങ്ങളും മൂല്യങ്ങളും പങ്കിടുന്ന, അവയിൽ ഐക്യപ്പെടുന്ന, തമ്മിൽ വേർപിരിയാത്ത അടുപ്പമുള്ള ഒരു വിഭാഗമാണ്. അങ്ങനെയാണൊരു വലിയ സമൂഹത്തിൽ, സഭയിൽ ഇതുപോലുള്ള സമുദായങ്ങൾ പിറക്കുന്നത്. സമുദായം ഒരേ പ്രദേശത്ത് താമസിക്കുന്ന, ഒരേ താല്പര്യമുള്ള
സ്വന്തമെന്ന് ബോധമുള്ള ആളുകളുടെ കൂട്ടായ്മയും ഒരുമിപ്പുമാണ്. വലിയൊരു സമൂഹത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഒരു മൈനോറിറ്റിയായിട്ട് ഉപസമൂഹമായിട്ട് ജീവിക്കുന്നത്. സുറിയാനി കത്തോലിക്ക സമുദായം വലിയ സംഭാവനകൾ നമ്മുടെ രാഷ്ട്രത്തിനും വിശാലമായ ലോകത്തിനും നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് ഒക്കെ അറിയാം. സമുദായ ചരിത്രം ആത്മകഥയാണ് എന്ന് പറയാറുണ്ട്. സ്വന്തം കഥയാണ്. അതിൻ്റെ അജ്ഞത ആത്മനിഷേധവുമാണ്. നമ്മുടെ ആർച്ച് പ്രീസ്റ്റ് ഊന്നിപ്പറഞ്ഞ ഒരു മേഖലയാണത്. അതിൻ്റെ അജ്ഞത ആത്മനിഷേധമാണ്. നമുക്കതിൽ പങ്കാളിത്തം വഹിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. അങ്ങനെ എല്ലാ ജീവജാലങ്ങളും കാലങ്ങൾ കൊണ്ട് രൂപപ്പെടുന്നു. മനുഷ്യന് ആ കൂട്ടത്തിൽ വിശ്വാസവും ഭാഷയും ആചാരങ്ങളും ഇവയെല്ലാം കിട്ടിയിട്ടുണ്ട്. അവയുടെ വ്യതിരിക്തതകളെക്കുറിച്ച് അവയിലെ അംഗങ്ങൾക്ക് ഉണ്ടാകുന്ന ബോധമാണ് സമുദായ ബോധം. അച്ഛനോട് പറഞ്ഞല്ലോ, നമ്മുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചും സുറിയാനി ഭാഷയെക്കുറിച്ചും നമ്മുടെ സഭയിലെ വലിയ പിതാക്കന്മാരെക്കുറിച്ചും നമുക്കുണ്ടാകേണ്ട ഒരു ബോധമാണ് സമുദായ ബോധം. അതിന് ഇതുപോലുള്ള വലിയ സമ്മേളനങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകമെങ്ങും പ്രഘോഷിക്കുന്ന ഈശോയുടെ സുവിശേഷത്തിൻ്റെ ആ മൂല്യങ്ങളാണ് നമ്മൾ ഇവിടെ ആവേശത്തോടുകൂടി കാത്തു സൂക്ഷിക്കുന്നത്. നിരവധിയായ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സമുദായം ബലഹീനമായിട്ടുണ്ട്. ആത്മീയത കുറഞ്ഞു പോയിട്ടുണ്ട്. ദൈവാരാധനയിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഐക്യപ്പെടാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. മനുഷ്യമഹത്വത്തെക്കുറിച്ച് നമ്മൾ വേണ്ടതുപോലെ ചിന്തിക്കാതെ പോയിട്ടുണ്ട്. സാമൂഹിക ശക്തീകരണം വേണ്ടതുപോലെ നടത്തിയിട്ടില്ല. സാമ്പത്തികമായിട്ടുള്ള ബലഹീനതകളുണ്ട്. സാംസ്കാരികമായിട്ടുള്ള നഷ്ടങ്ങളുണ്ട്. നമ്മുടെ കുടുംബ പ്രേക്ഷിത രംഗങ്ങൾ കുറേയെല്ലാം താഴേക്ക് പോയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അവിടെയുള്ള ഹോസ്റ്റലുകൾ, അവിടെയെല്ലാമാണ് നമ്മുടെ കുട്ടികൾ താമസിക്കുന്നതും നമ്മുടെ സമുദായത്തെക്കുറിച്ചും പിതാക്കന്മാരെക്കുറിച്ചുമൊക്കെ കൂടുതലായിട്ട് കേൾക്കേണ്ടതും. നമ്മുടെ പള്ളിയും കൈക്കാരന്മാരും കമ്മിറ്റിക്കാരുമെല്ലാം ഈ ബോധത്തിലും ഈ ബോധ്യത്തിലും കൂടുതലായിട്ട് വളരണം. നമ്മുടെ കോളേജുകൾ വലിയ ഒരു ഔന്നത്യത്തിലേക്ക് പോയിട്ടുണ്ട്. പ്രബലങ്ങാട് കോളേജും ഓട്ടോണമസ് പദവിയിലാണ്. നമ്മുടെ സെൻറ്റ് തോമസ് കോളേജും എൻജിനീയറിംഗ് കോളേജും അതെ, അവിടങ്ങളിലെല്ലാം പുതിയ മുന്നേറ്റങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എൻജിനീയറിംഗ് കോളേജിൽ ഈ അടുത്ത നാളിൽ ഐഡിയ ലാബും ഇൻക്യുബേഷൻ സെൻറ്ററുമെല്ലാം രൂപീകരിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൻ്റെ അത്യാധുനികമായ സംവിധാനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. നമ്മുടെ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ സമുദായ സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകനായ ബെത്താനത്തച്ഛനാണ് അതിൻ്റെ പ്രധാന ആളായിട്ട് ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഇനിയും നമ്മളുടെ സിവിൽ സർവീസിൽ ആ സെൻറ്ററിൽ വന്ന് പഠിക്കുകയും വ്യത്യസ്ത തലങ്ങളിൽ ഈ രാജ്യത്തെ ബലപ്പെടുത്താനുള്ള കോഴ്സുകളിൽ ചേരുകയും എല്ലാം ചെയ്യണം. നമ്മുടെ സമുദായത്തിൻ്റെ അംഗങ്ങൾ കുറയുന്നതുകൊണ്ട്, കുട്ടികൾ കുറയുന്നതുകൊണ്ടും ബലഹീനമാകുന്നുണ്ട്. ദമ്പതികൾക്ക് ഒരു കുട്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ കാലക്രമത്തിൽ ഈ സമുദായം ഇല്ലാതാകും. അത് ഉറപ്പാണ്. 2 കുട്ടികൾ ഉണ്ടെങ്കിലും വലിയ വളർച്ച ഉണ്ടാവുകയില്ല. ചുരുങ്ങിയത് 3 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സമുദായ ശക്തീകരണത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പോലും അവകാശമുള്ളൂ. കുട്ടികളുടെ സമൃദ്ധി നമുക്ക് ആവശ്യമാണ്. നമുക്ക് വൈദികരും സമർപ്പിതരും ഇനിയും വേണ്ടേ? ഒരു കുട്ടി മാത്രമേ ഉള്ളൂ, അത് വീട്ടിലെ കാര്യം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമുദായം അത് പാഴ്സി സിൻഡ്രം എന്ന് പറയുന്ന ആ ഒരു ദുരന്തത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കും.
സമുദായം ശക്തിപ്പെടുമ്പോൾ അതിലാരും വിഷമിക്കേണ്ട കാര്യമില്ല. സമുദായ ശക്തീകരണത്തിൽ വർഗീയത എന്ന ആ ഒരു വർത്തമാനത്തിൻ്റെ ലേശം പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അതിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. നമ്മുടെ സമുദായം ശക്തിപ്പെട്ടാൽ അതുവഴി ഈ രാജ്യമാണ് ആദ്യമായിട്ട് ശക്തിപ്പെടുന്നതും അല്ലെങ്കിൽ കൂടുതലായിട്ട് അതിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നതുമെല്ലാം. അതിനുവേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നമ്മുടെ ദീപിക പത്രം, പാലാദൂത്, ദീപനാളം. ആ 3 പ്രസിദ്ധീകരണങ്ങളിലൂടെ നമ്മുടെ ഈ സമുദായത്തിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ദീപിക പത്രം നമ്മുടെ മാണിക്യത്തനാരുടെ വലിയൊരു സ്വപ്നമായിരുന്നു. ആ പത്രത്തിൻ്റെ ആദ്യത്തെ കോപ്പിയിൽ അദ്ദേഹം വ്യക്തമായ നിലപാടുകൾ എഴുതി. ഒരു വാക്യം ഇതാണ്: സത്യപ്രകാശമിതം ശുഭവൃത്ത പത്രം. മാണിക്യൻ എന്ന് അതിൽ കൂട്ടിച്ചേർത്ത് വെച്ചിരുന്നു. നല്ല വൃത്താന്ത പത്രത്തിൻ്റെ ലക്ഷ്യം സത്യത്തെ പ്രകാശിപ്പിക്കുകയാണ്. സത്യത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് ആ പത്രത്തിന് നസ്രാണി സത്യം ദീപിക എന്ന പേര് കൊടുത്തത്. ആ പത്രം അതുപോലെ കൊണ്ടുവന്നപ്പോൾ മനുഷ്യൻ അതിൻ്റെ ഒരു പ്രോജക്റ്റ് മനസ്സിൽ കരുതിയിരുന്നു. വലിയൊരു കർത്തവ്യാഹ്വാനം അദ്ദേഹം നടത്തി. അതിലൊന്നാമത്തേത് ഭരണാധികാരികൾക്ക് മുന്നിൽ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പ്രതിനിധീകരിക്കുക എന്നതാണ്. രണ്ടാമത്തേത് ജനങ്ങളുടെ അനിഷേധ്യമായ അവകാശങ്ങൾ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ്. മൂന്നാമത്തേത് സത്യത്തിനും നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ പത്രത്തിന് നസ്രാണി ദീപിക എന്ന് പേര് കൊടുത്തത്. മനുഷ്യൻ്റെ ജാതീയ സംഘത്തിൻ്റെ ചിന്തകൾ വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ ചിന്തകൾ ജാതിയായിട്ടെങ്കിലും നമുക്കൊന്നാകണം എന്നുള്ള ആ ചിന്ത പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം ഈ ദീപിക പത്രം തുടങ്ങിയത് എന്ന കാര്യവും നമ്മൾ മറന്നു കളയരുത്. സമുദായ ശക്തീകരണത്തിന് അംഗങ്ങളുടെ ഇടയിൽ നല്ല പ്രചാരം ലഭിക്കണം. അംഗങ്ങൾ തമ്മിൽ, നമ്മൾ തമ്മിൽ നല്ല ബന്ധമുണ്ടാകണം. എല്ലാവരെയും നേരിട്ട് കാണാനും എല്ലാവരോടും നേരിട്ട് സംസാരിക്കാനും എല്ലാവരുടെയും ക്ഷേമമറിയാനും സ്വന്തം ക്ഷേമവും ദുരവസ്ഥകളും എല്ലാവരോടും പങ്കുവയ്ക്കുവാനുമുള്ള സാഹചര്യം ഒരിടത്തുമില്ല. എങ്കിലും നാം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ദൈവവുമായി നിരന്തരം ബന്ധപ്പെടുന്നു എന്ന ചിന്തയുള്ളവർക്കും പ്രാർത്ഥനയിൽ ദൈവ ഐക്യത്തിൻ്റെ അനുഭവം ഉള്ളവർക്കും മാത്രമേ സമുദായമായിട്ട് ഒന്നിച്ചു നിൽക്കാനും സാധ്യമാവുകയുള്ളൂ. മത്സരവും കമ്പോള വ്യവസ്ഥിതിയും സാമ്പത്തിക വളർച്ച നൽകുന്നുണ്ട് എന്ന സത്യം നിൽക്കുമ്പോഴും അത് സമുദായത്തെ ദോഷകരമായിട്ട് ബാധിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ചേർന്ന ജീവിത ശൈലിയായിരുന്നു നസ്രാണികളുടേത്. സമുദായ ഐക്യത്തിൻ്റെ അടിസ്ഥാന ചിന്തകളും അതുതന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്നവരുടെ സമുദായമാണ് നസ്രാണി സമുദായം എന്ന് പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാനും പെരുമാറാനും സാധിക്കണം. ഇന്നത്തെ ഗലീലി, ഉത്ഥിതനെ കണ്ടുമുട്ടുന്ന ഇന്നത്തെ ഗലീലിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കണം. അതിന് നമുക്ക് നിശ്ചയദാർഢ്യം വേണം, സമുദായബോധം വേണം, ആത്യന്തികമായിട്ട് നല്ല സഭാബോധവും നമുക്ക് ഉണ്ടാകണം. നമ്മുടെ സമുദായത്തിൽ നിരവധിയായ പോരായ്മകൾ മദ്യവും മയക്കുമരുന്നും വഴിയെല്ലാം ഉണ്ടാകുന്നുണ്ട്. വളരെയേറെ ബലഹീനമായി പോകുന്നുണ്ട്. ദുരന്തങ്ങളും ദൂഷണ വാർത്തകളും മിക്കവാറും പത്രങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ചെറിയ സംഭവങ്ങളും അവയുടെ വാർത്തകളും സന്തോഷപ്രദമോ സങ്കടകരമോ ഭീതിജനകമോ ഉത്കണ്ഠാജനകമോ പ്രത്യാശാപരമോ ആശ്വാസകരമോ ആകാം.
അവ വായിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അത് നമ്മെയും സമുദായത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളെ പെട്ടെന്ന് നാം കണ്ടെത്തണം. ഈ സെൻസിബിലിറ്റി അഥവാ സൂക്ഷ്മബോധം നമ്മളുടെ ഗ്രഹണശക്തിയുടെയും സഹതാപാനുഗുണത്തിൻ്റെയും ഉണർവിൻ്റെയും അകത്തുകയാണ്. സമുദായത്തിൽ ഇങ്ങനെയുള്ളവർ കുറയുന്നുണ്ടോ എന്ന് തിരിച്ചറിയണം. കുറവിലങ്ങാട് ഉണർവിൻ്റെ കേന്ദ്രമാണ്. ഈ വലിയ സത്യം നമ്മളുടെ സഭയിൽ കൊണ്ടു നടന്നതും ഇപ്പോഴും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഐക്യത്തിലേക്ക് നിരന്തരമായിട്ട് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും ഈ കുറവലങ്ങാട് മർത്തമറിയം അർക്കദിയാക്കോൻ വലിയ ഇടവകയാണ്. അവിടുത്തെ ആ പള്ളിയിലെ മറ്റ് പള്ളിക്കാരും വിയാരിച്ചന്മാരും സിസ്റ്റേഴ്സും എൽമാരും എല്ലാം ഇവിടെയുണ്ട്. നമുക്കുണ്ടായിരിക്കേണ്ട ജാഗ്രതയും ഉത്തരവാദിത്വവും നമുക്ക് ഉണ്ടോ? നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? നമ്മുടെ തിരിച്ചറിവുകൾ നമ്മുടെ സമുദായത്തെ വളർത്തുന്നുണ്ടോ? തെറ്റായ വ്യാഖ്യാനം കൊണ്ട് വാർത്തകളെ വളച്ചൊടിച്ച് ദുരുപയോഗിച്ച് നമ്മുടെ ശ്രദ്ധ ചെല്ലേണ്ടയിടത്തു നിന്നും മാറ്റുന്ന പ്രവണതകൾ സാമൂഹ്യ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നത് നാം തിരിച്ചറിയണം. നമ്മുടെ സെൻസിബിലിറ്റി അഥവാ സൂക്ഷ്മബോധം ദുരുപയോഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർ ഒറ്റപ്പെട്ടവരൊക്കെ ആയിരിക്കാം. എങ്കിലും അതിൽ നമ്മൾ പെട്ടുപോയി വിഷമിക്കുന്നവരും സങ്കടപ്പെടുന്നവരും കുറവല്ല. അങ്ങനെ നമുക്ക് നമ്മളുടെ സഭയുടെ ആത്യന്തികമായിട്ടുള്ള ആ കാഴ്ചപ്പാടിലേക്കും സമുദായത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ മാനങ്ങളിലേക്കും നമുക്കൊരിക്കൽ കൂടെ കടന്നു വരണം. നമ്മൾ ഈ നാളുകളിലെല്ലാം ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നല്ലോ JB കോശി കമ്മീഷൻ. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ട് കഴിഞ്ഞു. അവിടെ നിരവധിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 4,45,500 നിവേദനങ്ങൾ അതിലുണ്ട്. കോശി സാർ നമ്മുടെ രൂപതാ കേന്ദ്രത്തിൽ വരികയും വിശദമായിട്ട് ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം സാമാന്യം നല്ല ഉത്തരങ്ങൾ നൽകുകയും ആ പ്രസ്ഥാനത്തെ ക്രോഡീകരിച്ച് വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്ററൽ കൗൺസിലിൻ്റെ സെക്രട്ടറി സിജി സാറ് അതേക്കുറിച്ച് ഇതിനോടകം വളരെ വിപുലമായ വിലയിരുത്തൽ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെക്കുറിച്ച്, ദളിത് ക്രൈസ്തവരെക്കുറിച്ച്, കർഷകരെക്കുറിച്ച്, മത്സ്യത്തൊഴിലാളികളെക്കുറിച്ച്, സ്വാശ്രയ മേഖലയെക്കുറിച്ച്, മലയോര കർഷകരെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള 100 കണക്കിന് വിഷയങ്ങൾ അതിലുണ്ട്. നമ്മൾ ഇനി മുമ്പോട്ടുള്ള കാലങ്ങളിൽ ഈ സമുദായ ശക്തീകരണത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം യഥാനത്തച്ഛൻ ഇവിടെ പറയും. ആ കൂട്ടത്തിൽ ഈ JB കോശി കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കണം. നമ്മുടെ പത്രം, ദീപിക പത്രം, പലാദൂത്, അത് നമ്മുടെ AKCCക്കാരും SMYM എല്ലാം നോക്കി അതിലൂടെ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട നിലപാടുകൾ നമ്മൾ തിരിച്ചറിയണം. പത്രങ്ങൾ വായിക്കപ്പെടുന്നില്ല. ആരെങ്കിലും വായിച്ച് മനസ്സിലാക്കിയാലും അതിൻ്റെ യഥാർത്ഥ അകക്കാമ്പ് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പതിറ്റാണ്ടുകളിൽ നമ്മുടെ ഈ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും നമ്മുടെ സഭയിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിഷ്പക്ഷമായ പഠനം, എഡിറ്റോറിയൽ, ലീഡിങ് ആർട്ടിക്കിൾസ് എല്ലാം ദീപികയിലുണ്ടായിരുന്നു. മറ്റു പത്രത്തിലില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദീപിക അവർ വലിയ ദൗത്യം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളത് കൂടുതൽ വായിക്കുകയും അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ കൂടുതൽ പഠനത്തിനും വിശകലനത്തിനും ഇനി വിമർശനമാണെങ്കിൽ അതിലേക്കും ഒക്കെ നമ്മൾ നീങ്ങേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്വം വലുതാണ്. കുറവലങ്ങാടിൻ്റെ ഉത്തരവാദിത്വം വലുതാണ്. ഇവിടെ ഒരു ജാതി സമുദായം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ സഭ നശിക്കാതെ പിടിച്ചു നിൽക്കുന്നത് എന്ന കാര്യവും നമ്മൾ ഓർക്കണം.
എനിക്ക് തന്നിട്ടുള്ള സമയം കൃത്യം ഇവിടെ അവസാനിക്കുകയാണ്. കുറേയേറെ കാര്യങ്ങൾ കൂടി നമ്മുടെ മുമ്പിൽ പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയം പാലിക്കുക എന്നതും സമുദായ ബോധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ ഈ മീറ്റിങ്ങൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ സമയം കൃത്യം മിനിറ്റ്സ് ഇവിടെ അവസാനിച്ചു. വലിയൊരു സമ്മേളനമാണിത്. ഞാൻ ആർച്ച് പ്രീസ്റ്റിനെ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഓർത്ത് അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവും വിശുദ്ധിയും പഠനവും അദ്ദേഹം പഠിച്ച മേഖലകളും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും എല്ലാം വളരെ വലുതാണ്. ആ വലിപ്പമാണ് ഇന്ന് ഇത്ര വലുതായ ബൃഹത്തായ ഒരു കൂടിവരവിന് കാരണമായത്. ഇതിനു മുമ്പ് തടത്തലച്ചൻ്റെ കാലത്തും നമ്മളൊരു സമുദായ സമ്മേളനം ഇവിടെ നടത്തിയിരുന്നു. അതും വളരെ വലുതായിരുന്നു. ഇന്നത്തെ കാലത്ത് ഈ നട്ടുച്ചയ്ക്ക് രാവിലെ മുതൽ നിങ്ങൾ പലരും ഇവിടെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ബഹുമാനപ്പെട്ട അച്ഛനും ആർച്ച് പ്രീസ്റ്റും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ വൈദികർ, കോളേജിലുള്ള അച്ഛന്മാർ അവരൊറ്റക്കെട്ടായിട്ട് നിന്ന് ഇവിടെ 3500 കുടുംബങ്ങളുള്ളൊരു ഇടവകയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല മറ്റു ദേശങ്ങളിലുള്ളവർക്ക്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അതിന് നേതൃത്വം കൊടുക്കുന്ന അച്ഛൻ്റെ ആത്മാർത്ഥമായ അധ്വാനത്തെയും അച്ഛൻ്റെ നിറഞ്ഞു നിൽക്കുന്ന സമുദായ ബോധത്തെയും ഒരിക്കൽ കൂടി ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് വ്യഥാനത്തച്ഛൻ. അദ്ദേഹം വളരെയേറെ ഈ കാര്യത്തിനു വേണ്ടി എല്ലാ കൊറോണ വികാരിച്ചന്മാരെയും കണ്ടും ഫോൺ വിളിച്ചും അച്ഛന്മാരെ കണ്ടും ശാസിച്ചും ശകാരിച്ചും എല്ലാം ആണ് നമ്മളോട് ഒന്നിച്ചു കൂടുന്നത്. തടത്തലച്ഛൻ്റെയും കണിയോടിക്കലച്ഛൻ്റെയും വലിയ പിൻബലമുണ്ട്. അങ്ങനെ ആ ഒരു കൂട്ടായ്മയിൽ നമ്മൾ നടത്തുന്ന ഈ സമ്മേളനം ഇവിടെ വെച്ച് നടന്നത് അതിബൃഹത്തായ പന്തലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രബലങ്ങാട് ഒന്നും ചെറുതാകരുതല്ലോ. അത് വലിയൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ ഇതിനു വേണ്ടി എത്രമാത്രം ഒരുങ്ങി എന്നത് നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. മർത്തുമറിയത്തോടും പരിശുദ്ധ അൽഫോൻസാമയോടും പ്രാർത്ഥനകൾ യാചിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.